പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നും എപ്പോഴും എന്നേക്കും ഉണ്ടാകട്ടെ. നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഒരു പ്രത്യേകമായ വിഷയം മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാം എത്ര പേര് ഇത് ചിന്തിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കാരണം യേശു കർത്താവ് പറയുകയാണ്, വിളിക്കപ്പെട്ടവർ അനേകർ. അപ്പോൾ ഈ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചു. അങ്ങനെ തൻ്റെ ശിഷ്യന്മാർ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചു. കേട്ടവർ വിശ്വസിച്ചു, കേൾക്കാത്തവർ വിശ്വസിച്ചില്ല. അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നു, അനേകർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, വളരെ മർമ്മപ്രധാനമായൊരു വിഷയമാണ് രണ്ടാമത് പറയുന്നത്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. സ്തോത്രം. ആ ചുരുക്കം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ശേഷിപ്പേ ഉള്ളെന്ന് പറയുന്നു. കോടാനകോടി ജനങ്ങളെ സത്യസുവിശേഷം അറിയിച്ചിട്ടും എത്ര പേര് തിരഞ്ഞെടുക്കുന്നുണ്ട്? ഈ തിരഞ്ഞെടുപ്പ് തന്നെ മറ്റു രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ ക്ലാരിറ്റി കളയുന്ന ഒരു അവസ്ഥ ഇന്ന് വിശ്വാസികളുടെ ഇടയിലുണ്ട്. എല്ലാം ദൈവം ചെയ്തോളും എന്നുള്ള ഒരു ചിന്ത മനുഷ്യരുടെ ഇടയിലുണ്ട്. എല്ലാം ദൈവം ചെയ്തോളും, എല്ലാം കർത്താവ് ചെയ്തോളും, നമുക്കിനി ഒന്നും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും നമുക്കില്ല എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഇന്ന് അനേകരുണ്ട്. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കണം, ബൈബിള് വായിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ അതിനെ ഗ്രഹിച്ചാലൊന്നും ശരിയാകത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നും എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്ത് എന്തെന്നാണെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം. കാരണം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം പാപം ചെയ്തു, ദൈവതേജസ്സ് നഷ്ടപ്പെട്ടു. ആ പാപിയായ മനുഷ്യനും അതിന് പിൽക്കാലത്തേക്കുണ്ടാകുന്ന ജനങ്ങളെയും ദൈവം രക്ഷിക്കുവാനാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. പക്ഷേ പുത്രനായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടും സമർപ്പിച്ചു. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ മാന്യത ഉണ്ട്. ഈ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ മാന്യത ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ്. അനുസരണമാണ് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠം. യാഗത്തേക്കാൾ അനുസരണമാണ് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠം. അപ്പോൾ നമ്മൾ അനുസരിക്കണമല്ലോ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ നോക്കണം. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി പരിശോധിച്ച് അത് ഗ്രഹിച്ച് അത് നമ്മൾ അനുസരിക്കേണ്ടവരാണ്. അല്ലാതെ നമ്മൾ എല്ലാം ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒക്കെയില്ല. കാരണം പ്രവൃത്തികളും കാരണമല്ല എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം വെച്ചിട്ട് മനുഷ്യർ ആ രീതിയിൽ അതല്ലെങ്കിൽ ഓരോരുത്തർക്കും തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പ്രവൃത്തികളും കാരണമല്ല എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ടൊരു വിഷയം, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ ഇവിടെ സാത്താൻ ഉണ്ടാകരുത്. സാത്താൻ ഉള്ളത്രയും കാലം വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണ്? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. അപ്പം ഈ സാമ്രാജ്യം മുഴുവനും ദുഷ്ടൻ്റെ അധീനതയിൽ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ വന്ന് സ്വർഗരാജ്യത്തിലെ ഒരു വിഷയം ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യിക്കത്തില്ല. പിതാവിൻ്റെ ഇഷ്ടം ഇവിടെ നിവർത്തിക്കണം. അത് നിവർത്തിക്കണമെങ്കിൽ നമ്മൾ വളരെ ശക്തി പ്രാപിച്ച് നമ്മൾ ധൈര്യത്തോടുകൂടി ചെയ്തെങ്കിലേ ആ കാര്യം വിജയിപ്പിക്കാനൊക്കത്തുള്ളൂ.
അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ലോകത്തെ ജയിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുമ്പോൾ തന്നെ പിശാചിന് അല്പം ഭയമുണ്ട്. കാരണം എന്താ? പിശാചിനെ തോൽപ്പിച്ചത് യേശുവാണ്. അതുകൊണ്ടാണ് യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങളൊന്ന് അനുസരിക്കാൻ ശ്രമിക്കണം. ഈ ലോകത്തിൻ്റെതായ രീതിക്കും നമ്മുടെ ജഡത്തിൻ്റെതായ ചിന്തകൾക്കും അത് അസാധ്യമാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മളതിനു വേണ്ടി ഒരുങ്ങി, ശക്തിയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ധൈര്യത്തോടെ നമ്മൾ ചെയ്യണം. അല്ലാത്തവർക്കാൽ ആർക്കും അത് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അനേകർ കോടിക്കണക്കിന് ജനങ്ങൾ ആ കൃപയിൽ നിന്ന് വീണു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിനുള്ള ധൈര്യം വേണം. എബ്രായലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചു, ഓക്കെ, സത്യമാണ്. ആ സത്യസുവിശേഷം നമ്മൾ കേട്ട് വിശ്വസിച്ചെങ്കിൽ നമ്മൾ ആ സത്യത്തിൽ നിലനിൽക്കണം. ആ സത്യത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേണം ആത്മാവിനാൽ നടത്തപ്പെടണം. നമ്മൾ റോമാലേഖനം 8 പറയുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. 2 യോഹന്നാൻ 8 മുതൽ വായിക്കുമ്പോൾ കാണാൻ നമുക്ക്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരോ പിതാവോട് പുത്രനുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർ മാത്രമേ പിതാവും പുത്രനും ഉണ്ടെന്ന് വിശ്വസിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ പുത്രനാണ് പിതാവെന്ന് പറയും, അല്ലെങ്കിൽ പിതാവ് തന്നെ പുത്രനായിട്ട് വന്നാണെന്ന് പറയും. ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ സബ്ജക്റ്റ്. ഈ വീഡിയോ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് തീരുന്നവരെന്ന് കാണണം. അതായത് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരം ദൈവമില്ല. ഇവിടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. 30 വയസ്സ് വരെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. 30ാമത്തെ വയസ്സിൽ പോയി ജോർദാൻ നദിയിൽ പോയി സ്നാനപ്പെട്ടു. 40 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്നു. അതിനുശേഷം ഗലീല കടപ്പുറത്ത് വന്നു, തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അവരെ ഇരുത്തി പഠിപ്പിച്ചു, ലോകത്തോട് പറഞ്ഞു. അങ്ങനെ ആ കർത്താവായ യേശു ക്രിസ്തു ആ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയി. യേശുവിൻ്റെ കൂടെ ആയിരുന്ന തൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞതെല്ലാം വിശ്വസിച്ചു, അനുസരിച്ചു, അനുസരണമുള്ളവരായി തീർന്നു. എന്നാൽ കർത്താവായ യേശു അവരോട് പറഞ്ഞു, ഇനിയും വളരെയധികം നിങ്ങളോട് പറവാനുണ്ട്, നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകലസത്യത്തിനും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാണല്ലോ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർപ്പിക്കും. ഈ കാര്യങ്ങൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ അത് കേട്ട് അനുസരിച്ചു. അങ്ങനെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി പോയി കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യാൻ പോണ സമയത്ത് അവരോട് പറഞ്ഞു. അവർ പോയിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു. ഈ പരിശുദ്ധാത്മാവ് അവരിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവരെ പ്രസംഗിച്ചതും പരിശുദ്ധാത്മാവിനാൽ അവർ എഴുതി വെച്ചതുമായ കാര്യങ്ങളാണ് നമുക്ക് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള കാര്യങ്ങൾ. ആ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള കാര്യങ്ങൾക്കാണ് അപ്പോസ്തല പ്രവൃത്തി 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നോക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു പറയുന്നത്. അപ്പോസ്തലന്മാരിൽ സംസാരിച്ചതായ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചത് കൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നാണ് അതിനെ പേര് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ
നമ്മളെല്ലാവരും സുവിശേഷം കേട്ടു, ശരിയാ, സുവിശേഷം കേട്ടു വിശ്വസിച്ച നമ്മൾ ഏത് ഉപദേശമാണ് കേൾക്കേണ്ടത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉൽപ്പത്തി മുതൽ മലാക്കിയുള്ള പ്രവചനമല്ല, കാര്യങ്ങളല്ല നമ്മൾ കേൾക്കാനുള്ളത്. നമ്മൾ അനുസരിക്കേണ്ടതായ പ്രമാണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രമാണങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അതിനാണ് പറയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവുമായിട്ട് ബന്ധം വരുന്നുള്ളൂ. ക്രിസ്തുവായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിതാവുമായിട്ട് ബന്ധം വരുന്നുള്ളൂ. അതങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോയി പഴയ നിയമത്തിലെ സങ്കീർത്തനം വായിക്കാനും ജോസഫിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കാനും അതേപോലെ ദാവീദിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കുവാനും ഏലിയാവിൻ്റെ ചരിത്രം കേൾക്കുവാനും മോശയുടെ ചരിത്രം കേൾക്കുവാനും ശിംശോന്റെ ചരിത്രം കേൾക്കുവാനും ആദാമിൻ്റെയും ഹവ്വയുടെയും ചരിത്രം കേൾക്കാൻ നമ്മൾ പോയി നമ്മുടെ സമയം കഴിഞ്ഞാൽ നമ്മൾ ആരും ദൈവരാജ്യത്തിലെത്തുകയില്ല. കാരണം എന്താ? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദൈവം തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അതിനാണ് ഇബ്രാഹിം ലേഖനക്കാരൻ എഴുതിയിരിക്കണം, ദൈവം പണ്ടു ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? പുത്രൻ മുഖാന്തരം പിതാവായ ദൈവം പുത്രൻ മുഖാന്തരം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരോട് പിതാവായ ദൈവം മോശ മുഖാന്തരം പറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം അബ്രഹാം മുഖാന്തരം പറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം ഏലിയാവ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം ദാവീദ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം ജോസഫ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതോ? ഇന്ന് ഭൂമിയിലുള്ള ഈ ഭൂലോകത്തിലുള്ളവരൊക്കെ എല്ലാവരും ഏത് കാലഘട്ടത്തിലുള്ളവരാണ്? അവർ യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ളവരല്ലേ? യേശുക്രിസ്തുവിൻ്റെ കാലത്തിൽ തന്നെ എത്രയോ വർഷം, യേശു മരിച്ചു ഉയർന്നതിന് ശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ് നമ്മളെല്ലാം ഉള്ളത്. നമ്മളെല്ലാം 1600, 1700, 1800 വർഷം കഴിഞ്ഞിട്ടില്ലേ നമ്മളുള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആരാണ്? അത് തന്നെ എബ്രായ ലേഖനക്കാരൻ രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ ആർക്ക്? പഴയ നിയമക്കാർ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പം നമ്മൾ ഗണ്യമാക്കേണ്ടത് ഏതാണ്? നമ്മൾ ഗണ്യമാക്കാണ്ട കാര്യങ്ങൾ ഏതാണ്? നമുക്ക് തന്നിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും ആരെ? നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത നാളിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയെ കാറ്റടിക്കുന്ന പോലെ തീനാളങ്ങളായി ഇറങ്ങി ആ മർക്കോസിന്റെ മാളിക മുഴുവൻ നിറഞ്ഞ് 120ഓളം പേർ വരുന്നവരിൽ എല്ലാവരും വ്യാപരിച്ചു. അവരെല്ലാവരും ആത്മാവും സത്യത്തിനും ആരാധിച്ചു. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ പറയുമ്പോൾ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് ആരാണ്? കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ അപ്പോസ്തലന്മാരാണ് കേട്ടത്. പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ടത് അപ്പോസ്തലന്മാരാണ്. ആ അപ്പോസ്തലന്മാർ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, സങ്കീർത്തനത്തിലേക്ക് പോയാൽ, പഴയ നിയമത്തിലേക്ക് പോയാൽ, ജോസഫിൻ്റെ ചരിത്രം കേൾക്കാൻ പോയാൽ, ഏലിയാവിൻ്റെ ചരിത്രം കേൾക്കാൻ പോയാൽ, ദാവീദിൻ്റെ ചരിത്രം കേൾക്കാൻ പോയാൽ, മോശയുടെ ചരിത്രം കേൾക്കാൻ പോയാൽ, ആദാമിൻ്റെ ചരിത്രം കേൾക്കാൻ പോയാൽ തെറ്റി ഒഴിയുമെന്ന് തന്നെയാണ്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റു? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഈ ചുരുക്കം പേരാണ് ഇന്നുള്ളത്, വളരെ ചുരുക്കമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് 10,000 ആളിൽ ഒരാളെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ പുതിയ നിയമ കാഴ്ചപ്പാട്, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള കാഴ്ചപ്പാട് ഉള്ളവർ 10,000 ആളുകളെ നമ്മളൊന്നും അന്വേഷിച്ചാൽ അതിൽ ഒരാളെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരോ വളരെ ചുരുക്കം.
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിന്ന് സഭകളിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ്? ലേഖനങ്ങളാണ് സഭകളിൽ പഠിപ്പിക്കേണ്ടത്. ലേഖനങ്ങൾ സഭകളിൽ പഠിപ്പിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4:16 1 തെസ്സലോനിക്കർ 5:27 എഴുതി വെച്ചിരിക്കുന്നു. യേശു കർത്താവ് പറയുന്നു മത്തായി 28, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ചുറ്റിലായിക്കൊള്ളൂ, ഞാനോ ലോകാവസാനത്തുള്ള എല്ലാം നാളുകൊണ്ട്. നമ്മൾ എന്തിനാണ് പഴയ നിയമത്തിലേക്ക് പോകുന്നത്? പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം ഗലാത്യ ലേഖനം 5:1 വാക്യം എന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലുറച്ചു നിൽപ്പിൽ. അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകും. അടിമനുഖത ഏതാണ്? ന്യായപ്രമാണമാണ്. ഗലാത്യ ലേഖനം 5:4 വാക്യം എന്താ പറയുന്നത്? ഒന്ന് നോക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയെന്ന, കൃപയിൽ നിന്ന് വീണുപോയി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയല്ലേ? പിന്നെ എന്തുകൊണ്ട് നമുക്ക് പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുന്നു? പഴയ നിയമം കൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് നീതീകരണം ഉണ്ടാകുന്നത്? ന്യായപ്രമാണത്തിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലെന്നല്ലേ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചത് ഏത് വിശ്വാസത്താലാണ്? ഏത് പ്രസംഗത്താലാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ? എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ഇത്രനേരം വെറുതെ അനുഭവിച്ചു വന്നു. എന്താ ചോദിക്കാൻ കാരണമൊന്നുമില്ല. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ മൂടുപടം വീഴുന്നൊന്നും 2 Corinthians 3 എഴുതി വെച്ചിരിക്കുന്നില്ലേ? ഇതൊക്കെ ഒന്നും എല്ലാം മനസ്സിലായിട്ടും പിന്നെയും അങ്ങനെ തന്നെ പോവുകയാണ്. പണ്ടേ പഠിച്ചെണ്ടേ കോലം എന്ന് പറഞ്ഞ പോലെ അത് തന്നെ പോവുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്? ഈ ബൈബിൾ കോളേജിൽ പോയി ഒരു ഗ്രാജുവേഷൻ മാത്രം കൊണ്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. അല്ലാതെ ആത്മാവിനെ അവർക്ക് പ്രാപിക്കുന്നില്ല, ദൈവത്തിനും അവർക്ക് പ്രാപിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അത് ഒരു നിലവാരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാരമ്പര്യം, ഒരു പെന്തക്കോസ് പാരമ്പര്യം, ഒരു പെന്തക്കോസ് മതമായി. ഇപ്പോൾ ഒരു പെന്തക്കോസ് മതമായി മാറിയിരിക്കുന്നു. കർത്താവൂരും എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർ നിങ്ങൾ എന്നെ വിട്ടു പോകുമെന്ന് അന്നാളി പറയുമെന്ന് യേശു പറഞ്ഞില്ലേ? വെളിപ്പാട് പുസ്തകം 3:14 വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നില്ലേ? ഉഷ്ണവാനുവല്ല ശീതോഷ്ണവാനാകെ എൻ്റെ വായിൽ ഉമ്മണ്ണുകളെ എന്ന് കർത്താവായ യേശുവല്ലേ പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? അതുകൊണ്ട് ഇന്ന് സഭകൾ നടക്കുന്ന പുസ്തകത്തിലെ പാട്ടും പഴയ നിയമത്തിലുള്ള ചരിത്രങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഭകൾ നടക്കുന്ന സാക്ഷ്യം പറച്ചിലൊക്കെ എല്ലാം നിർത്തിയിട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള ശുശ്രൂഷകന്മാരായിട്ട് ഇരുന്നു കൊണ്ട് ഈ പാട്ടും കൂത്തും കീബോർഡും ചാരിക്കിടന്നുള്ള ആരാധനയും ആ ലക്ഷണിക്കോച്ചും പിന്നെ എയർ കണ്ടീഷനും എല്ലാം മാറ്റിയിട്ട് നിങ്ങളൊന്ന് തറയിലിരുന്ന് മുട്ടുമടക്കി മുട്ടുമേൽ നിന്നൊന്ന് ആരാധിക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകാൻ സാധിക്കത്തുള്ളൂ. അല്ല, നിങ്ങൾ എയർ കണ്ടീഷൻ റൂമിൽ നിന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങാനാണ് നിങ്ങൾ ഇതൊക്കെ പണിയുന്നതെങ്കിൽ അതെല്ലാം പണികളെല്ലാം വ്യർത്ഥമാണ്. അതെല്ലാം പാതാള ഗോപുരങ്ങളായി മാറുകയാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ആരാണ് സഭയെ പണിയുന്നത്? കർത്താവ് പറയണം, ഞാൻ എൻ്റെ സഭയെ പണിയും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ചുരുക്കം പേര്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? പ്രമാണമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അന്വേഷിച്ച് കണ്ടെത്തിക്കോണമെന്ന് കർത്താവ് പറഞ്ഞു. അന്വേഷിപ്പേൻ കണ്ടെത്തും. ഈ വിശുദ്ധ ബൈബിളിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ബംഗ്ലാവ് പണിത് കുറേ ലക്ഷറി കോച്ചുണ്ടാക്കി എയർ കണ്ടീഷൻ റൂമൊക്കെ പണിത് ആഡംബര സൗധമൊക്കെ പണിതിട്ട് അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ വരിയിൽ പോവാന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക,
വ്യക്തമായി ഞാൻ നിങ്ങളും ഇതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മടങ്ങിവരവ് ആവശ്യമാണ്, ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു പരമസമ്പന്നനായിരുന്നു, ദരിദ്രനായിത്തീർന്ന കൃപ. അപ്പോൾ നാം ചിന്തിച്ചു കൊള്ളുക, അഹങ്കാരവും ഡംബും എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്കി നമ്മുടെ മുട്ടും ആ തറയുമായിട്ടൊന്ന് മുട്ടട്ടെ, നമ്മുടെ ഒന്ന് തല ഒന്ന് കുനിയട്ടെ, നമ്മുടെ കൈകളൊക്കെ ഒന്ന് കൂപ്പി ദൈവത്തെ ആരാധിക്കട്ടെ. അങ്ങനെ വരാമെങ്കിൽ, ശരിയായ പ്രമാണത്തിൽ നിലനിൽക്കാമെങ്കിൽ നമ്മുടെ കർത്താവ് വരും, നമ്മളെല്ലാം രൂപാന്തരം പ്രാപിച്ചു പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.